Hi guys, welcome back to Car Garage. Car Garage ഇന്ന് വന്നിരിക്കുന്നത് നമ്മളെ ഈ ഒരു വണ്ടി ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ആക്സിഡൻ്റ് ആയിട്ടുള്ളൊരു വണ്ടിയായിരുന്നു. അപ്പോൾ നാഡോഗ്രെ അടിച്ച് വണ്ടി ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾക്കപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് വീഡിയോ കണ്ടിട്ട് വരാം. നമ്മളെ പുതിയ പ്രോജക്റ്റാണ്, ആക്സിഡൻറ്റ് വണ്ടിയാണ്. പക്ഷേ നമുക്ക് ഇതിൻ്റെ ജോബ് കാർഡും കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്യാം. ഇതിപ്പോൾ കൺവേർഷന് വേണ്ടി വന്നിരിക്കുന്നൊരു വണ്ടിയാണ്. ഇതിലിപ്പോൾ ആക്സിഡൻറ്റിൽ ഇപ്പോൾ റീപ്ലേസ്മെൻറ്റ് പാർട്സ് വന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അപ്പുറമ ഫുള്ളായിട്ട് തന്നെ ഉള്ളിലേക്ക് പോയിട്ടുണ്ട്, ലെഫ്റ്റ് സൈഡ്. അതേപോലെ തന്നെ ബോണറ്റ് ഫുള്ളായിട്ട് പോയി, ഫെൻഡർ ഫുള്ളായിട്ട് പോയി, ഫെൻഡറിൻ്റെ ബ്രാക്കറ്റ് പോയി, നമ്മുടെ വിൻഷീൽഡ് ഷാമ്പിൻ്റെ ടാങ്ക് പൊട്ടിയിട്ടുണ്ട്. അതുപോലെ ചേസിൽ നിന്ന് നമ്മുടെ ആ ഒരു ബോൾട്ട് വിട്ടു പോന്നിട്ടുണ്ട്, ബാറ്ററി ഡാമേജ് ആയിട്ടുണ്ട്. ബാറ്ററി ഇടിച്ച് ഫീസ് ബോക്സിലേക്ക് ഇടിച്ച് ഇമ്പാക്റ്റ് വന്നിട്ടുണ്ട്. നമ്മുടെ സ്റ്റീറിംഗ് ബോക്സിൻ്റെ ടാങ്ക് ഡാമേജ് ആയിട്ട് വന്നിട്ടുണ്ട്. റേഡിയേറ്ററും കണ്ടൻസറും പോയിട്ടുണ്ടാവണം, അത് നോക്കിയിട്ടില്ല, ചെക്ക് ചെയ്തിട്ടില്ല. അത് അഴിച്ചതിന് ശേഷം നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇനി നമ്മൾക്ക് ഒരു കാര്യം ചെയ്യാം, ഇതിൻ്റെ ജോബ് കാർഡും കാര്യങ്ങളെല്ലാം ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് അഴിച്ചു നോക്കാം. എന്നിട്ട് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ അഴിക്കലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഫ്രണ്ടിൽ ഇത്ര ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. ഇനി ഫുള്ള് വലിച്ച് ക്ലിയർ ചെയ്തെടുക്കണം. നമ്മളിപ്പോൾ ഇത് റേഡിയേറ്റർ കാര്യങ്ങൾ ഡാമേജ് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ അഴിച്ചത് ക്ലിയർ ചെയ്തെടുത്തിട്ടുണ്ട്.
ഇതൊക്കെ ചെറിയ പൊട്ടലുണ്ട്, ഇതൊക്കെ വലിച്ച് കയറി എടുക്കണം. ഇതിൻ്റെ ഫ്രണ്ട് ഫ്രെയിം നമ്മൾ കട്ട് ചെയ്ത് മാറ്റാണ്ട് ആ ഉണ്ടായിരുന്ന ഫ്രെയിം തന്നെ വലിച്ച് നിർത്തി ക്ലിയർ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ ടൈപ്പ് 4, അതായത് ടൈപ്പ് 2 വണ്ടിയായിരുന്നു, ഒരു ബ്ലൂ കളർ വണ്ടിയായിരുന്നു. ഇത് നമുക്ക് ടൈപ്പ് 4 കൺവേർട്ട് ചെയ്ത് പ്രൊജക്ടർ ഹെഡ്ലൈറ്റ് അല്ലെങ്കിൽ ടൈലാമ്പെല്ലാം സെറ്റ് ചെയ്ത് കളർ കറക്റ്റ് കൺഫേം ആയിട്ടില്ല ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്ന വണ്ടിയാണ്. അപ്പോൾ ഇടിച്ചിട്ടാണ് നമ്മളിവിടേക്ക് വന്നത്. അപ്പോൾ അത് നമ്മൾ ഇടിച്ച കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതുമ്പോൾ പ്രൈമർ കോട്ടും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സൈഡ് പ്രൈമർ കോട്ട്, ബോഡി ഷേപ്പും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ ബോഡി പാർട്സുകളെല്ലാം സെറ്റിങ് ചെയ്തിട്ട് ഇതിൻ്റെ വർക്കും കാര്യങ്ങളെല്ലാം ഫിനിഷ് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു വണ്ടിക്ക് നമ്മൾ അടിക്കാൻ ഉദ്ദേശിക്കുന്ന കളർ എന്ന് വെച്ചാൽ നാഡോ ഗ്രേ ആണ്. നാഡോ ഗ്രേ നമ്മളിപ്പോൾ ഏകദേശം 15ാമത്തെ വണ്ടിയാണ് നമ്മൾ നാഡോ ഗ്രേ അടിച്ചിറക്കുന്നത്. ഫ്രണ്ട് പ്രൊജക്ടർ ഹെഡ്ലൈറ്റ്, ബാക്ക് LED ടൈൽ ലാമ്പ്, ടോപ്പ് ബ്ലാക്ക് അടിക്കും, ഗ്രില്ലുകൾ ബ്ലാക്ക് അടിക്കും. ആ ഒരു കോംബോ തന്നെയാണ് നമ്മൾ ഈ ഒരു വണ്ടിയും ചെയ്യണത്. അപ്പോൾ ഈ വണ്ടി നമ്മളുടെ പുട്ടി വർക്കും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പക്ഷേ പുട്ടി വർക്കിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാനായിട്ട് സാധിച്ചില്ല, ക്ഷമ ചോദിക്കുന്നത്. കാരണം ആ ഒരു ടൈമിൽ നമ്മൾക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് സാധിച്ചില്ല, കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ പുട്ടി വർക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വണ്ടിയുടെ ബേസ് കോട്ടും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മുടെ വണ്ടി ബൂത്തിലേക്ക് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ നമ്മുടെ ഗാരേജിൽ ആക്സിഡൻറ്റ് വണ്ടികളും കാര്യങ്ങളൊക്കെ എടുക്കും. അപ്പോൾ എല്ലാവരുടെയും ഡൗട്ടാണ്, ഇത് വണ്ടി കൺവേർഷൻ മാത്രമാണ് ചെയ്യണേ എന്നുള്ള ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഏതൊരു വണ്ടിയായാലും പെയിൻറ്റിങ് കാര്യങ്ങൾ, റീസ്റ്റോറേഷൻ കാര്യങ്ങളെല്ലാം ഫുള്ളായിട്ടാണ് നമ്മളെ ഗാരേജിൽ ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. നമ്മൾ പിന്നെ എന്നിട്ട് പറയാം, ഏത് വണ്ടി ഇപ്പോൾ കഴിഞ്ഞൊരു വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അക്കോഡ് ഫുള്ളായിട്ട് പെയിൻറ്റിങ് ചെയ്ത് ഇറക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വണ്ടി ഇടിച്ചിട്ട് വന്നാൽ പോലും നമ്മൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ വണ്ടി ഇടിച്ച് അവിടെ വന്ന് പിക്കപ്പ് ചെയ്ത് നമ്മളെ ഗ്യാരേജിൽ കൊണ്ടുവന്നിട്ട് അങ്ങനെയും ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാനൊക്കെ സാധിക്കും കേട്ടോ. അപ്പോൾ നമ്മൾക്ക് അങ്ങനെയുള്ള വർക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇൻഷുറൻസിൻ്റെ ഒരു ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇൻഷുറൻസും നമ്മുടെ ഈ ഒരു ബ്ലൂ വണ്ടിക്ക് ഇൻഷുറൻസ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾക്ക് GSTയുടെ ഒരു പ്രോബ്ലം ഉള്ളതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന രീതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാർട്സിൻ്റെ ബില്ലും കാര്യങ്ങളെല്ലാം കൊടുത്ത് ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു വണ്ടിക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങൾ. അപ്പോൾ നമ്മൾക്ക് എന്തായാലും പെയിൻറ്റിങ് ബൂത്തിലേക്ക് പോവാം. ബേസ് കോട്ട് എല്ലാം അടിച്ച് വണ്ടി പ്രൈമർ കോട്ട് അടിച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അവിടെ നിന്നുള്ള വീഡിയോസ് കണ്ടിന്യൂ ചെയ്യാം. അത് നമ്മളിപ്പോൾ ചെക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്യാണ്. കാരണം ഇതിപ്പോൾ റേഡിയേറ്റർ കണ്ടൻസർ സാധനങ്ങളൊക്കെ ഇടിച്ച് കുത്തി ഫ്രണ്ടിലേക്ക് പോയതല്ല. പിന്നെ അത് കംപ്ലയിൻസ് ഉണ്ടോ, അല്ലെങ്കിൽ സൗണ്ട് ഉണ്ടോ, ലീക്ക് ഉണ്ടോ, എഞ്ചിനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടൊക്കെയാണ്. അങ്ങനെ വൈബ്രേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ പ്രോസസ്സിംഗ് ആണ്. പിന്നെ വയറിംഗ് ഒക്കെ പ്രോപ്പറായിട്ട് കൊടുത്തിട്ടുണ്ടോ, അതിൻ്റെ ലൈറ്റിങ് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് വർക്കിംഗ് ആണോ എന്നൊക്കെ ചെക്കിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം ഒരു 15-20 മിനിറ്റോളമായി സ്റ്റാർട്ട് ചെയ്തിട്ട് വെള്ളം ലീക്കും കാര്യങ്ങളൊന്നും കാണുന്നില്ല. കിടന്ന് നോക്കി. അതുപോലെ തന്നെ സ്റ്റിയറിങ്ങിൻ്റെ ആ ഒരു ഭാഗത്ത് കംപ്ലയിൻസ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അതും നോക്കി. പിന്നെ ടെമ്പറേച്ചർ കറക്റ്റാണോ നോക്കണം, വെള്ളം തീരുണ്ടോ നോക്കണം. ഇപ്പോൾ കൂളൻ്റെല്ലാം ഒഴിച്ചാണ് നിലവിൽ സാധാരണ വെള്ളം ഒഴിച്ചാണത്. അത് ലീക്കും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് ഇനി കൂളൻ്റെ കാര്യങ്ങളൊക്കെ ഒഴിക്കുകയുള്ളൂ. ഇപ്പോൾ വണ്ടി ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കംപ്ലയിൻസ് ഒന്നും കാണുന്നില്ല കേട്ടോ. ഏകദേശം ഒരു 20 മിനിറ്റോളമായി നമ്മൾ സ്റ്റാർട്ടിങ് ആയിട്ട്. ഇനി നമുക്കൊന്ന് ടെസ്റ്റ് ഡ്രൈവ് അടിച്ച് നോക്കണം. ഇനി ടെസ്റ്റ് ഡ്രൈവ് അടിക്കാൻ പോവാം. കാരണം ചേസിൽ നിന്ന് പൊന്തിയിട്ടുണ്ടായിരുന്നല്ലോ നമ്മളുടെ ആ ഒരു ഭാഗം. അപ്പോൾ അത് നമ്മൾ എന്തായാലും നോക്കണം. ഓക്കെ, നമുക്കൊന്ന് ഓടിച്ചു നോക്കാം.
ടെസ്റ്റ് ഡ്രൈവിന് പോവാം. വണ്ടി ഒന്ന് ഓടിച്ച് നോക്കാം. അവിടെ AC വരയ്ക്കാനല്ല, ACയുടെ ഗ്യാസ് കയറ്റിയിട്ടില്ല. ഇപ്പോൾ ഗ്യാസ് കയറ്റണം. ഗ്ലാസ്സെല്ലാം അടച്ചിട്ട് ഓടിച്ച് നോക്കണം. കാരണം ഉള്ളിൽ വല്ല അബ്നോർമൽ നോയ്സ് ഉണ്ടോ നോക്കണം. കുഴപ്പമൊന്നുമില്ല കേട്ടോ. സ്റ്റീറിങ് ക്രോസ് ഉണ്ട്, കാരണം അലൈൻമെൻറ്റ് ചെറിയ വ്യത്യാസമുണ്ട്. പിന്നെ സ്റ്റീറിങ്ങിൻ്റെ അയച്ചിരുന്നു, വീൽ അയച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ആയിരിക്കാം, ചിലപ്പോൾ സെറ്റിങ്ങിൻ്റെ ആയിരിക്കാം. പക്ഷേ അലൈൻമെൻറ്റ് ചെറിയ ഇതുണ്ട്, ലെഫ്റ്റിലേക്ക് ചെറിയൊരു ഉണ്ട്. അപ്പോൾ അലൈൻമെൻറ്റ് കറക്റ്റ് ചെയ്യണം. അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നുമില്ല കേട്ടോ. ചെറിയൊരു ഇത് 4 മിനിറ്റ് പോയതിൻ്റെ ആയിരിക്കും. കാരണം സീറ് ടയറുമ്പോൾ ചെറിയ പൊട്ടലുണ്ടായിരുന്നു. അപ്പോൾ ആ വീലും മേടിച്ചതിൻ്റെ ഒരു ഇതായിരിക്കാം. കാസ്റ്റ് ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും ചെറുതായിട്ട്. വേറെ ഇഷ്യൂവും കാര്യങ്ങളൊന്നുമില്ല. വണ്ടി നീറ്റാണ്. അപ്പോൾ നമ്മളുടെ ഈ വണ്ടിയുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ എല്ലാവരും കണ്ടിരിക്കും. അപ്പോൾ നമ്മളുടെ വണ്ടി ഈ ഒരു ലുക്കായി മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു വണ്ടി ഈ ഒരു സൈഡാണ് നമ്മൾ ഇടിച്ചിരുന്നത്. ഈ ഒരു സൈഡിലെ അപ്പുറം ശരിക്കും ബെൻഡായി ഉള്ളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു, നിങ്ങൾ വീഡിയോയിൽ കണ്ട മാതിരി തന്നെ. അപ്പോൾ ഈ വണ്ടി നമ്മൾ ബ്ലൂ കളർ വണ്ടി നമ്മൾ നാഡോ ഗ്രേ അടിച്ച് ഫുൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞ മാതിരി തന്നെ നമ്മളുടെ വാഹനങ്ങൾ, നമ്മൾ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ, ഇപ്പോൾ 2010 മോഡൽ വാഹനമാണ്. നമ്മൾക്കിപ്പോൾ ഒരു വാഹനം വാങ്ങാൻ പോയിട്ടുണ്ടെങ്കിൽ ഏകദേശം 5 ലക്ഷം, ഇപ്പോൾ ഈ ഒരു ടൈപ്പ് വാഹനമാണെങ്കിൽ 16 ലക്ഷം 17 ലക്ഷം ആ റേഞ്ചൊക്കെ നിങ്ങൾക്ക് എക്സ്പെൻസ് വരും. പക്ഷേ ഇന്നോവ ഈ മോഡൽ ഇപ്പോൾ ഇറങ്ങുന്നില്ല, ഇപ്പോൾ ഇറങ്ങുന്നത് ക്രിസ്റ്റയാണ്. അത് വാങ്ങാൻ പോയാലും 18 ലക്ഷം രൂപ വരെ എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ വരും. പക്ഷേ നമ്മൾ ഇതേപോലെയുള്ള വാഹനങ്ങൾ റീസ്റ്റോർ ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഈ ഒരു വണ്ടിയും ഏകദേശം ഒരു 1,60,000 70,000 ആ ഒരു റേഞ്ചാണ് നമുക്ക് ഈ ഒരു വണ്ടിയുമ്പോൾ വന്നിരിക്കുന്നത്. കാരണം ഇത് വണ്ടി ഇടിച്ച വണ്ടി ആയതുകൊണ്ട് തന്നെ കുറച്ച് എക്സ്പെൻസീവ് ഇത്തിരി കൂടുതലായിരുന്നു. എന്നാൽ പോലും 1,70,000 ആ റേഞ്ചിന് നമ്മൾക്ക് ഒരു നല്ലൊരു വണ്ടി ആക്കി മാറ്റാനായിട്ട് ഈ ഒരു വണ്ടീന് സാധിച്ചു. അപ്പോൾ നമ്മൾക്ക് കസ്റ്റമറുടെ ചോയ്സ് പ്രകാരം നമ്മൾക്ക് വണ്ടി പെയിൻറ്റിങ് ചെയ്യാൻ സാധിച്ചു. അപ്പോൾ നമ്മളുടെ ഒരു 18 ലക്ഷം രൂപ 19 ലക്ഷം രൂപ എക്സ്പെൻസ് ഇറക്കുന്നതിന് ഭേദം നമ്മളെ ഇഷ്ടപ്പെട്ട വാഹനം നമ്മളെപ്പോഴും ഉപയോഗിക്കുന്നത്, ഏകദേശം അവർ പുതിയത് വാങ്ങിയ വാഹനമാണ്. ഏകദേശം 2010 ഏകദേശം 11 വർഷത്തോളം നമ്മൾ കസ്റ്റമർ ഉപയോഗിച്ചൊരു വാഹനമാണ്. ആ വാഹനം തന്നെ വീണ്ടും റീസ്റ്റോർ ചെയ്തിട്ട് പുതിയ മോഡലിലേക്ക് ആക്കി അവർക്ക് ആ വാഹനം തന്നെ യൂസ് ചെയ്യാൻ പറ്റണമെങ്കിൽ അതൊരു വലിയ കാര്യമാണ്. അപ്പോൾ നമ്മൾ എക്സ്പെൻസ് ഇപ്പോൾ ലോണും കാര്യങ്ങളൊക്കെ ഇട്ട് അപ്പോൾ ആദ്യത്തെ വരുത്തുന്നതിനും ഭേദം ഇതേപോലുള്ള വാഹനങ്ങൾ റീസ്റ്റോർ ചെയ്തെടുക്കാമെന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ ഈ ഒരു വണ്ടി ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ ഫൈനൽ വീഡിയോയിലേക്ക് പോവാം. For now